തൊഴിലാളി സംഘടനകൾ സംയുക്തമായി പ്രഖ്യാപിച്ച അഖിലേന്ത്യാ പണിമുടക്ക് നാളെ. കേന്ദ്ര സർക്കാരിന്റെ കരട് തൊഴിൽ നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിലെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് 10 തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 12 ആവശ്യങ്ങൾ തൊഴിലാളി സംഘടനകൾ നേരത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങൾ കവർന്നെടുക്കുന്ന തൊഴിൽ നിയമ പരിഷ്കരണ നീക്കം അവസാനിപ്പിക്കുക, 15,000 രൂപ മിനിമം കൂലി ഉറപ്പാക്കുക, ട്രേഡ് യൂണിയൻ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളയുക, വിലക്കയറ്റം തടയുക, സാർവത്രിക പൊതുവിതരണ സംവിധാനം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നത്. ആവശ്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പു നൽകാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ കുറ്റപ്പെടുത്തി. കാര്യമായി തൊഴിലാളികൾ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെക്കുറിച്ചും നിയമ ഭേദഗതികളെക്കുറിച്ചുമൊന്നും സർക്കാർ ചിന്തിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവമാണ് നമുക്കുള്ളത്. നേരത്തെ വേതന നിരക്ക് ഉയർത്തണമെന്നുൾപ്പെടെയുള്ള 7 ആവശ്യങ്ങളും പരിഗണിക്കാമെന്ന ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിലുള്ള മന്ത്രിതല സമിതി ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ പണിമുടക്കിൽ നിന്ന് BJP അനുഭാവമുള്ള തൊഴിലാളി സംഘടന BMS പിന്മാറിയിരുന്നു. റിപ്പോർട്ടർ, ദില്ലി.